ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ആണേ. കോവയ്ക്ക കൊണ്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം കേട്ടോ. അതിന് കുറച്ച് കോവയ്ക്ക ഇവിടെ ഉണ്ടായതാണ്, വീട്ടിലുണ്ടായ കോവയ്ക്കയാണ് കേട്ടോ അത്. ഈ കോവയ്ക്കയ്ക്ക് നമ്മളറിയാത്ത കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരേ. പ്രമേഹം നിയന്ത്രിക്കാനും ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും മികച്ച പോഷകസമൃദ്ധമായ ഒരു പച്ചക്കറിയാണ് കേട്ടോ ഈ കോവയ്ക്ക. എയും സിയും, ധാതുക്കളായിട്ടുള്ള കാൽസ്യം, പൊട്ടാസ്യം, ഇരുമ്പ്, നാരുകൾ എന്നിവ ഇതിൽ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനം മെച്ചപ്പെടുത്താനും കരളിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. പ്രകൃതിദത്തമായിട്ടുള്ള ഇൻസുലിനായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ കോവയ്ക്ക കേട്ടോ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. തോരനായിട്ടും മെഴുക്ക് പുരട്ടിയായിട്ടും പിന്നെ അച്ചാറ്, പച്ചടി എന്നിവ ഉണ്ടാക്കാനും കോവയ്ക്ക ഉപയോഗിക്കാം. പിന്നെ കോവയ്ക്ക പച്ചയായിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ ഇത്. കരളിൻ്റെ സംരക്ഷണത്തിനുള്ള ഗുണങ്ങൾക്ക് പേര് കേട്ട ഒന്നാണ് കേട്ടോ കോവയ്ക്ക. കരളിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നെ വിഷവസ്തുക്കളും ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും മൂലമുണ്ടാകുന്ന കരൾ കേടുപാടുകളും തടയാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കോവയ്ക്ക. കോവയ്ക്കയ്ക്ക് മാത്രമല്ല കേട്ടോ, ഈ കോവലിൻ്റെ ഇലയും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. കോവലിൻ്റെ ഇല പ്രമേഹം നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ചർമ്മരോഗങ്ങൾ ശമിപ്പിക്കാനും സഹായിക്കുന്ന ഔഷധ ഗുണമുള്ള ഒന്നാണ് കേട്ടോ. അതിൽ വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇലേനെ നമുക്ക് തോരനായിട്ടോ പിന്നെ അതിൻ്റെ നീരെടുത്തിട്ടോ ഉപയോഗിക്കാം കേട്ടോ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് കോവയ്ക്ക ഇഷ്ടം എന്നുള്ളതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ.
അമിതമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ കോവയ്ക്ക ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കോവയ്ക്ക ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും അമിതമായിട്ടുള്ള ഉപയോഗം ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട ദോഷം നിത്യോപയോഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ കഫദോഷം വർദ്ധിപ്പിക്കുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നതിനാൽ പ്രമേഹ രോഗികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ തന്നെയാണ് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ബൈ.